ഐൻസ്റ്റീൻ്റെ പുസ്തകം. എൻ്റെ ഫ്രണ്ട് കവറൊക്കെ പോയി, എന്നാലും ഞാനത് ഒപ്പിച്ച്. ഐൻസ്റ്റീൻ ജീവിതം, വീക്ഷണം, ശാസ്ത്ര സിദ്ധാന്തം എന്നും പറഞ്ഞ് ഒരു പുസ്തകമാണ് ഈ പുസ്തകം. 1879 ജനിക്കുകയും 1955 മരിക്കുകയും നമ്മുടെയൊക്കെ മനസ്സിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ശാസ്ത്രീയ ദർശനങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ വല്ലാതെ ഹഠാത് ആകർഷിച്ച ഒരു ശാസ്ത്രജ്ഞനാണല്ലോ ഐൻസ്റ്റീൻ. ആ ഐൻസ്റ്റീൻ ഏകയിലാഹിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടുപോകാം. ഈ പുസ്തകത്തിന്റെ 118 പേജിൽ ഐൻസ്റ്റീനും മതവും, സെബാസ്റ്റ്യൻ പുതുകാട് എന്ന ആളാണ് ഇത് എഴുതിയത്. ഈ പുസ്തകത്തിൽ ഐൻസ്റ്റീനും മതവും എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഉണ്ട്. അതിൽ എഴുതുന്നു, അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ മതവും ശാസ്ത്രവും തമ്മിൽ ഒരു സംഘട്ടനം അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേട് ഇല്ല, ഉണ്ടാവാൻ സാധ്യതയും ഇല്ല. ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത്. അദ്ദേഹം പറയുന്നു, ബഹുദൈവ വിശ്വാസം എങ്ങനെ വന്നു? ബഹുദൈവ വിശ്വാസം വരാനുള്ള കാരണം ആരാധനയ്ക്ക് അർഹനാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല. ഈ ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നത് അതൊക്കെ ആരാധനയ്ക്ക് അർഹതാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല. പിന്നെങ്ങനെയാണ്? ഭയത്തിന്റെ പേരിൽ, പേടിയിൽ നിന്ന് കരകയറാൻ, ഭയത്തിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്ന വസ്തുക്കളെ സ്വാധീനിച്ച് അവകളുടെ പേടി മാറ്റിയെടുക്കുക എന്ന ധർമ്മമാണ് അവർ അതുകൊണ്ട് ആഗ്രഹിച്ചത്. അദ്ദേഹം പറയുന്നു, വിശപ്പിന്റെ ഭീതി, വന്യമൃഗങ്ങളുടെ ഭീതി, രോഗഭീതി, മരണഭീതി മുതലായവ തന്നെ ചരിത്രത്തിന്റെ ഈ ദശയിൽ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ധാരണ വേണ്ടത്ര വളർച്ച പ്രാപിച്ചിരുന്നില്ല. തന്നിമിത്തം മനുഷ്യജീവികൾ ഏറെക്കുറെ അവരുടെ രൂപത്തിൽ തന്നെ സാങ്കല്പിക ജീവികളെ സൃഷ്ടിക്കുകയും ഭയാനകരമാകുന്ന സംഭവങ്ങൾ അവരുടെ ഇച്ഛയും പ്രവൃത്തിയും മൂലമാണെന്ന് കരുതുകയും ചെയ്തു. പിന്നീട് ഈ ജീവികളെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമമായി തലമുറയായി കൈവന്നു ചേർന്ന കീഴ്നടപ്പനുസരിച്ച് ഈ ജീവികളുടെ പ്രീണനത്തിനായുള്ള കർമ്മങ്ങളും യാഗങ്ങളും മറ്റും നടത്തപ്പെട്ടു. ഇത്തരം കർമ്മങ്ങളും യാഗങ്ങളും മറ്റും ഈ സങ്കല്പ ജീവികളെ സന്തോഷിപ്പിക്കുമെന്നും നശ്വരനായ മനുഷ്യന്റെ നേർക്ക് അവർ കാരുണ്യം കാണിക്കുമെന്നും വന്നുകൂടി. ഒരു പ്രത്യേക പുരോഹിത വർഗത്തിന്റെ ആവിർഭാവത്തോടെ ഇത് ഗണ്യമായ തോതിൽ ദൃഢമാക്കപ്പെട്ടു. ഇതാണ് ബഹുദൈവ വിശ്വാസം. അല്ലെങ്കിൽ പുലിയെ ആരാധിക്കുന്നു, സിംഹത്തെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള വസ്തുക്കളെ ആരാധിക്കാനുള്ള പശ്ചാത്തലം ഞാൻ പറഞ്ഞതല്ല, ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, പേടിയിൽ നിന്ന് കരകയറാൻ. ഇപ്പൊ കാട്ടുതീ പിടിച്ചു. കാട്ടുതീ പിടിക്കുന്നത് എങ്ങനെയാണ്? മുളകൾ തമ്മിൽ, ഈറകൾ തമ്മിൽ ഒരസുമ്പോ, കാറ്റടിച്ച് ഒരസുമ്പോ കത്തും. അങ്ങനെ ഭയങ്കര തീ പിടിക്കും. ആളുകൾ ഓടി രക്ഷപ്പെടും. തീ ഭയങ്കര പേടിയായി. അങ്ങനെ അവർ കണ്ട മാർഗം എന്താ? തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് തീയെ ആരാധിക്കാൻ തീരുമാനിച്ചു. തീയാണ് ഏറ്റവും വലിയ ശത്രു. അപ്പൊ അതിനെ നമ്മൾ സ്വാധീനിക്കണം. അങ്ങനെ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് തീ ആരാധിക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് തീക്കുണ്ടാരം ആരാധിക്കപ്പെട്ടിരുന്ന തീക്കുണ്ടാരം കെട്ടണഞ്ഞുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പൊ ആ പറഞ്ഞ രൂപത്തിൽ ചിലയിടത്ത് മൃഗങ്ങളാണ്. ആ മൃഗങ്ങൾ നമ്മളെ കടിക്കാൻ വരുന്നു. കാട്ടിലായിരുന്നല്ലോ പണ്ട് ആളുകൾ അധികം താമസിച്ചിരുന്നത്. അങ്ങനെ പുലിയെ ഉണ്ടാക്കി, പുലിയെ ആരാധിക്കാൻ തുടങ്ങി, സിംഹത്തെ ആരാധിക്കാൻ തുടങ്ങി. പാമ്പ് ശല്യം, എവിടുന്നാലും പാമ്പ് കടിക്കാനും കൊത്താനും വരുന്നു. അങ്ങനെ പാമ്പിനെ ഉണ്ടാക്കിയിട്ട് സർപ്പങ്ങളെ ആരാധിക്കുന്ന ശൈലി വന്നു. ചുരുക്കത്തിൽ ഭയം മാറാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ഉപാധിയാണ് ഇതര ജീവികളെയും ശക്തികളെയും ആരാധിക്കുക എന്നത്. പിശാചിനെ ആരാധിക്കുന്നു, പിശാചിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ.
സൂര്യനെ ആരാധിക്കുന്നു, സൂര്യനാണ് എല്ലാ ഊർജവും തരുന്നു എന്ന അന്ധവിശ്വാസത്തിൽ സൂര്യനെ ആരാധിക്കുന്നു. ചിലര് ചന്ദ്രനെ ആരാധിക്കുന്നു, ചിലര് ഭൂമിയെ ആരാധിക്കുന്നു, ഭൂമി ദേവി എന്ന് പറയുന്നു. ഇതെല്ലാം താൽക്കാലികമാകുന്ന സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും പേരിൽ വന്നു ചേർന്ന ആരാധനകളാണ്. അല്ലാതെ ആരാധനയ്ക്ക് അർഹപ്പെട്ടതെന്ന ചിന്ത രൂപീകരിച്ചു കൊണ്ടുണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഇത്തരം അല്ലാഹു അല്ലാത്ത ഒരാരാധ്യ വസ്തുവിനും ആരാധനയ്ക്ക് അർഹതയില്ല. ആരാധനയ്ക്ക് അർഹത വേണമെങ്കിൽ എന്ത് മാനദണ്ഡമാണ് നമ്മൾ വെക്കുന്നത്? ഒന്ന് വാജിബുൽ വുജൂദ്. വാജിബുൽ വുജൂദ്, ഇവിടെ ഉണ്ടായിരിക്കൽ അനിവാര്യമായ ഒരു ദാത്തായിരിക്കണം. ഇവിടെ അതുണ്ടായില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണക്കാരായ ഒരു ദാത്തായിരിക്കണം. അങ്ങനത്തെ ഒരു ദാത്തിനെ ആരാധിക്കേണ്ടതുള്ളൂ. അതില്ലെങ്കിൽ ഇവിടെ വേറൊന്നും ഉണ്ടാവൂല. ഇവിടെ സൂര്യനില്ലെന്ന് വിചാരിച്ച് ചന്ദ്രൻ ഉണ്ടാവാതിരിക്കോ? ചന്ദ്രനില്ലെന്ന് വിചാരിച്ച് ഭൂമി ഉണ്ടാവാതിരിക്കോ? അതിനെങ്ങും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ. പുലിയില്ലെന്ന് വിചാരിച്ച് പാമ്പില്ലാതിരിക്കോ? പാമ്പില്ലെന്ന് വിചാരിച്ച് കടുവ ഇല്ലാതിരിക്കുമോ? അതൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ആരിവിടെ ഇല്ലാതിരുന്നാലും ഇവിടെ ഒന്നിന്റെയും കുറവ് വരുന്നില്ല. സൂര്യനില്ലെങ്കിലും ഇവിടെ ഒരു കുറവും വരുന്നില്ല. സൂര്യനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ചന്ദ്രനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ഭൂമിയില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നെ ഉണ്ടായതാണ്. ഇതൊന്നും ഉണ്ടാകാത്തൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ ഇവകളൊന്നും ഇവിടെ ഉണ്ടാവൽ നിർബന്ധമില്ല. ഇവകളെയൊക്കെ ഉണ്ടാക്കിയത് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. സഖറ ലക്കുമുശ് ശംസ വൽ ഖമർ, നിങ്ങൾക്ക് സൂര്യനെ സൃഷ്ടിച്ചു തന്നവൻ അവനാണ്, ചന്ദ്രനെ സൃഷ്ടിച്ചു തന്നവൻ അവനാണ്, നിങ്ങൾക്ക് സർവ്വതിനെയും സൃഷ്ടിച്ചു തന്നവനവനാണ്. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന സൂര്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയാകലോടുകൂടെ അതിന് ആരാധനയ്ക്ക് അർഹതയില്ല. കാര്യം അതിന്റെ മുകളിൽ ഒരു സൃഷ്ടാവുണ്ട്. സൃഷ്ടിയാണോ ആരാധനയ്ക്ക് അർഹതയില്ല. നമ്മൾ മതപരമായി ചിന്തിച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാരാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഭൂമിയേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സൃഷ്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി തന്നെ എന്താ പഠിപ്പിച്ചത്? അന അബ്ദുഹു വ റസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാകുന്നു. പ്രവാചകന്മാരെല്ലാം അതാ പഠിപ്പിച്ചത്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും അത് പഠിപ്പിച്ചു. ആദം നബി അത് പഠിപ്പിച്ചു, നൂഹ് നബി അത് പഠിപ്പിച്ചു, ഇബ്രാഹിം നബി പഠിപ്പിച്ചു, മൂസ നബി പഠിപ്പിച്ചു, ഈസ നബി പഠിപ്പിച്ചു, അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു. അപ്പൊ എല്ലാരും പഠിപ്പിച്ചത് ആദർശമാണ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ അല്ലാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് ഐൻസ്റ്റീന്റെ കൂടി ഉദ്ധരണി വെച്ചുകൊണ്ട് നാം അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു ഇലാഹു വേണ്ടേ? ഒരു അല്ലാഹു വേണ്ടേ? ഒരല്ലാഹും കൂടി ഇല്ലാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയും നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അപ്പോ അതിന് ഐൻസ്റ്റീൻ പറയാണ്, ഈ പുസ്തകത്തിന്റെ 126 പേജ്, ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ലോകം എന്റെ കാഴ്ചയിൽ, വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ പ്രബന്ധത്തിൽ ഈ മതാനുഭൂതിയുടെ ഉദാത്ത രൂപം അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്ക് അനുഭവിക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം നിഗൂഢതയാണ്. നിഗൂഢത എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതാണ് നിഗൂഢത. ഈ ഭൂമി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഈ സൂര്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഈ സൂര്യാദി ഗോളങ്ങളെയെല്ലാം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഐൻസ്റ്റീനെ പോലെ ബുദ്ധിയുള്ളവർക്ക് ഈ പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുമ്പോ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം പറയുന്നു, യഥാർത്ഥ കലയുടെയും യഥാർത്ഥ ശാസ്ത്രത്തിന്റെയും അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മൗലിക വികാരമാണ് അത്, മതവികാരം. ഈ സത്യം അറിയുന്നില്ലാത്ത
ഈ സത്യം അറിയുന്നില്ലാത്ത, അത്ഭുതപ്പെടുവാൻ കഴിവില്ലാത്ത, വിസ്മയാധീനനായി തീരാത്ത ഒരാൾ മൃതതുല്യനാണ്. ഈ നമ്മുടെ ഹസ്ബുല്ലാ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാഹ്. മഴ ചാറുന്നുണ്ടോ? അന്ന് കാറ്റിന്റെ കുറച്ചൊക്കെ ശ്രമിച്ചെങ്കിൽ ഇരുന്നാൽ മതി. അപ്പോ വിസ്മയാധീനനായി തീരാത്ത ഒരാൾ മൃതതുല്യനാണ്. അദ്ദേഹം പറയാണ്, ഭൂമിയെ കുറിച്ച് ചിന്തിക്കാത്ത, ആകാശത്തെ കുറിച്ച് ചിന്തിക്കാത്ത, ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊന്നും ചിന്തിക്കാതെ വെറുതെ ഇവിടെ ജനിച്ചു, ഇവിടുന്ന് അങ്ങ് തിന്നു, കുറച്ച് സുഖിച്ചു, അങ്ങ് മരിച്ചു. അവനെ കൊണ്ട് ഒരു ഗുണവും ഇവിടെ ഉണ്ടായിട്ടില്ല. അവൻ മൃതതുല്യനാണ്. മൃതതുല്യനാണ് എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മൃഗതുല്യനാണ് എന്ന് ഉപരി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി ആയ കാര്യം. ഒരു ബോധവുമില്ല. അവൻ എങ്ങനെ വന്നു, അവൻ എവിടെ ജീവിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാത്തവൻ അവൻ മൃതതുല്യനാണ്, മരിച്ചവന് ഒത്തിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഭയത്തോട് കലർന്നതാണെങ്കിൽ തന്നെയും മതത്തെ പോറ്റി വളർത്തിയത് ഈ വികാരമാണ്. നമുക്ക് ഇനി പറയുന്ന പോയിന്റ് ഒന്ന് ചെറിയ ചാറ്റമഴയുള്ളൂ. ഇപ്പോഴേ എങ്ങനെ തുടങ്ങിയാൽ ബദർ യുദ്ധമൊക്കെ പിന്നെ എങ്ങനെ നടക്കും? പെരുമഴയാണെങ്കിലും നമ്മൾ ഇരിക്കണമെന്ന് പറയുന്നില്ല. എന്നാലും ഈ ചെറിയ മഴയൊക്കെ നമ്മൾ ആദർശത്തിനോടുള്ള കടപ്പാട് പരിഗണിച്ച് അല്പമൊക്കെ ഒന്ന് പരിഗണിക്കണം. എന്നിട്ട് ഇനി അദ്ദേഹം പറയാം, നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത, മാഷാ അല്ലാഹ്, നിഗൂഢതയാണ് ഏറ്റവും നല്ല സൗന്ദര്യം. നിഗൂഢത എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിന് നിഗൂഢൻ എന്ന ലത്തീഫ് എന്നാ പറയാ. നോക്കിയാൽ കാണാത്ത നിഗൂഢമായ സാധനം. അല്ലാഹു തആല അവന് പേരിട്ടത് അങ്ങനെയാണ്. ലാ യുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഞാൻ ഈ വരികൾ വായിച്ചപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അല്ലാഹു തആല ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് നിഗൂഢൻ എന്ന് തന്നെയാണ് പേരിട്ടത്. ആ പേര് തന്നെയാണ് ഒരു ആധുനിക ചിന്തകൻ, ഒരു ശാസ്ത്രജ്ഞൻ, അയാൾ എഴുതുകയാണ്, ഈ പ്രപഞ്ചത്തിനെ എല്ലാം നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ഒരു നിഗൂഢത നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയും, നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത, അതാണ് ലാ തുദ്രിക്കുൽ അബ്സാർ. അവനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞു അതേ പ്രയോഗമാണ്. നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒന്നിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അറിവ്, അതാണ് മഅരിഫത്ത്. ജംഉൽ ജവാമിയിലെ കാണാം, അവ്വലുൽ വാജിബാത്തി അൽ മഅരിഫത്തു. ഒരു മനുഷ്യൻ ആദ്യമായി അറിയേണ്ടത് ആദർശമാണ്, അഥവാ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അൽ മഅരിഫത്തു. അതാണ് ഐൻസ്റ്റീൻ എഴുതുന്നത്. നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒന്നിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അറിവ്, അത്യഗാധമായ വിവേകത്തിന്റെയും ഏറ്റവും ഭാസുരമായ സൗന്ദര്യത്തിന്റെയും മൂർത്തിമൽഭാവത്തെ കുറിച്ചുള്ള അറിവ്. എത്ര മനോഹരമാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞ സവിശേഷതകളിലേക്കൊക്കെ ഐൻസ്റ്റീന്റെ വാക്കുകൾ ചെന്ന് പതിക്കുകയാണ്. അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ, ഇന്നല്ലാഹ ജമാൽ ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു എത്ര സൗന്ദര്യവാനാണ്. അദ്ദേഹം എഴുതുന്ന ഏറ്റവും ഭാസുരമായ സൗന്ദര്യത്തിന്റെയും മൂർത്തിമൽഭാവത്തെ പറ്റിയുമുള്ള അറിവ്, ആ അറിവാണ് മഅരിഫത്ത്. അതാണ് ആദർശം. ഈ അറിവും ഈ വികാരവുമാണ് യഥാർത്ഥത്തിലുള്ള മതാഭിമുഖ്യം കെട്ടിപ്പടുക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു ദൈവത്തെ കണ്ടെത്തണം, അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ, ഈ അർത്ഥത്തിൽ മാത്രം ഞാൻ അത്യധികം മതപരനായ മനുഷ്യനാണ്. കുറെ വായിക്കാണ്ട്, സമയമില്ല, ഇനി വേണ്ട ഉസ്താദ്മാര് പ്രസംഗിക്കാണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നത് എന്തിനാണെന്നറിയോ? ഉസ്താദുമാര് പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു സംഭവം അല്ല ഏക ഇലാഹിലുള്ള വിശ്വാസം. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ, ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങളെ കണ്ടെത്തിയ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച യാഥാർത്ഥ്യം, അതും 1930-ൽ, ഒരു നൂറ്റാണ്ട് പിന്നിടുന്നതേ ഉള്ളൂ. സമസ്ത രൂപീകരിച്ചതിന്റെ ശേഷമാണ് അയാൾ ഇത് എഴുതിയത്. 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഐൻസ്റ്റീൻ എഴുതി വെച്ച ഈ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടാവുണ്ടെന്നും അത് നിഗൂഢനാണെന്നും അതിനെ സൗന്ദര്യവാനാണെന്നും അത് അറിയലാണ് ഏറ്റവും വലിയ മതാഭിമുഖ്യമെന്നും പറയുമ്പോൾ അതിലേക്ക് നമുക്ക് ദർശനം തന്ന നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സമസ്ത ഉസ്താദുമാർ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ പി എം മുഹമ്മദ് കുഞ്ഞു സഖാഫി അവർകൾ നമ്മുടെ വേദിയിലേക്ക്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരിക്കലും ഉചിതമല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഞാനത് അവിടെ എത്തിപ്പിക്കുകയാണ്.
ആദ്യം പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്നത് ശരിയല്ല. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് ഒരു ദൈവമെങ്കിലും ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല. അപ്പോൾ ഒരു ദൈവം, ഒരു അല്ലാഹു, ഒരു സിട്ടാവ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ സിട്ടാക്കൾ ഇല്ല. അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാകുന്ന സംഘടനകളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഇത് നമുക്ക് പുറത്തുള്ള കാര്യമാണ്. ഇനി അകത്തുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു സിട്ടാവിനെ തന്നെ ആരാധിക്കാൻ നാം നിർബന്ധിതരാണ്, കടപ്പാടാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മളെ കൂട്ടത്തിലെ ചിലര് ഈ ആരാധനയെ ഒന്ന് വികസിപ്പിച്ചു കളഞ്ഞു. കണ്ടതൊക്കെ ആരാധനയായി തെറ്റിദ്ധരിക്കുന്നു. നമ്മളൊരു ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഒന്ന് സിയാറത്ത് ചെയ്താൽ ആ ഖബറിനെ ആരാധിച്ചു എന്ന് പറയുന്നു. നമ്മൾ ഗൗസുൽ ആദം തങ്ങളുടെ പേരിൽ ഒരു ആട്ടിനെ അറുത്താൽ, നേർച്ചയാക്കിയാൽ അത് ആരാധനയാണെന്ന് പറയുന്നു. നമ്മൾ അങ്ങനെ ഒരു ധർമ്മം ചെയ്താൽ അത് സക്കാത്ത് പോലെ തന്നെ അതും ആരാധനയാണെന്ന് പറയുന്നു. ചുരുക്കത്തിൽ മുസ്ലിങ്ങളാകുന്ന നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു സുന്നത്തും എടുക്കാൻ പറ്റില്ല. മുത്തുനബി തങ്ങൾ 14 നൂറ്റാണ്ട് പഠിപ്പിച്ച സുന്നത്തുകളൊക്കെ അത് ശിർക്കാണ്. മറ്റൊരാളുടെ പൊരുത്തം ബിദ്അത്തിന്റെയും കൊല കുത്തുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ആരാധനകളിൽ നിന്നും മരവിപ്പിക്കുകയും ദിക്ർ സ്വലാത്തിൽ നിന്നും മടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഉറങ്ങുന്നവന്മാരാക്കി മരവിച്ച മനുഷ്യരാക്കി മാറ്റാൻ ബിദ്അത്തുകാര് ഉറഞ്ഞുതുള്ളാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത രൂപീകരിക്കുകയും, സമസ്ത ഇവിടെ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മമ്പുറം മഖാമ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സമസ്ത ഇവിടെ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഉള്ളാൾ ദർഗ ഉണ്ടാകുമായിരുന്നില്ല. സമസ്ത രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഭീമാപ്പള്ളി ഭീമാ ഉമ്മിച്ചാന്റെ മഖാം ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ സമസ്ത ഇവിടെ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികളാകുന്ന മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ കരുനാഗപ്പള്ളി മശായിഖുമാരുടെ മഖബറകൾ ഒരുപക്ഷെ തകർക്കപ്പെടുമായിരുന്നു, സമസ്ത രൂപീകരിച്ച് പരിരക്ഷണം നൽകിയില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമസ്തയോട് നമുക്കുള്ള കടപ്പാട് ചെറുതല്ല. ഞാൻ അതിലേക്ക് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുകയാണ്. ഇവർ തെറ്റിദ്ധരിച്ചത് എത്രമാത്രം എന്നറിയാൻ കഴിയുമോ? ഇപ്പൊ അടുത്തൊരു മുജാഹിദുകാരന്റെ ഒരു ക്ലിപ്പ് കേട്ടു. എന്താണ് ആ ക്ലിപ്പിൽ അയാൾ പറയുന്നത്? അയാളുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവ വേദന ഉണ്ടായാൽ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്. ഭാര്യയ്ക്ക് പ്രസവിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ആ ആയത്താണ് അയാൾ ഉദ്ധരിക്കുന്നത്. അല്ലാഹു പോരെ ഒരടിമയ്ക്ക്? അല്ലാഹു പോരാഞ്ഞിട്ടാണോ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്? അതുകൊണ്ട് അല്ലാഹു മതിയെങ്കിൽ ഡോക്ടറെ സമീപിക്കരുത്. അല്ലാഹു മതിയെങ്കിൽ ഗുളിക മരുന്നും കൊടുക്കരുത്. അല്ലാഹു മതിയെങ്കിൽ ആ വിശ്വാസം, അല്ലാഹു മതി എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങളും ഞാനും ഒക്കെ കേട്ട ക്ലിപ്പാണത്. വേറൊരു ക്ലിപ്പ്, ഇതുപോലെ കാറ്റും ചുഴലിയൊക്കെയുള്ള ചില ക്ലിപ്പുകൾ ഇറങ്ങും. ആ ക്ലിപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു വട്ടം പോകാം, ആ ഡോക്ടർ കുടിച്ച മരുന്ന് കൊണ്ട് സുഖപ്പെട്ടു എന്ന് കണ്ടാൽ ആ സുഖം അയാൾ തന്നതാണെന്ന് മനസ്സിലാക്കി വീണ്ടും അയാൾക്ക് മരുന്നിന് പോയാൽ അത് ശിർക്കാണ്. അയാൾ കുറച്ചെന്ന് അയഞ്ഞു, ഒരു വട്ടം പോകാനായി, ഒരു വട്ടം പോകാം, അയാളെ മരുന്നാണ് എനിക്ക് സുഖപ്പെടുത്തിയത് ചിന്തിച്ചുകൊണ്ട് രണ്ടാമത് അയാളടുത്തേക്ക് പോയാൽ തനി ശിർക്ക്. ഇതൊക്കെ എവിടുന്ന് വന്നുകൂടി? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അടിസ്ഥാനവും അഡ്രസ്സും അംഗീകാരവുമുള്ള ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ചപ്പോ ഈ പിച്ചും പേയും പറഞ്ഞ് സമുദായത്തെ മരുന്ന് വാങ്ങാൻ പാടില്ല, ഡോക്ടറെ കാണാൻ പാടില്ല എന്നൊക്കെയാക്കി. ഞാൻ അയാളോട് ചോദിച്ചു, ചോദിക്കുന്നത് പോലെയാണ്, അയാൾക്ക് ഈ പ്രസവിക്കാൻ നേരത്ത് മാത്രോ പിന്നെ അല്ലാഹു തആല മതി എന്ന് ചിന്തിച്ചത് എന്താ? ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടെന്ന് മതി. ഇയാൾക്ക് ഈ കുട്ടി ഉണ്ടാവാൻ നേരത്തും അങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നോ? എനിക്കൊരു കുട്ടി വേണം, അതിനെ ആരെയും സമീപിക്കാൻ പാടില്ല. മിഹ്റാബിൽ കയറിയിരുന്ന് ഒളുവെടുത്ത് രണ്ടൊക്കെ നിസ്കരിച്ചിട്ട് അല്ലാഹുവേ എനിക്ക് ഹലാലായൊരു മോനെ വേണം, എനിക്ക് ഹലാലായൊരു മോളെ വേണം, അതിന് പെണ്ണ് കെട്ടണം. അത് ശിർക്കല്ലേ? അല്ലാഹു മതിയല്ലേ നിനക്ക് ശിർക്ക് തരാൻ? അല്ലാഹു മതിയല്ലോ നിനക്ക് കുഞ്ഞിനെ തരാൻ, പിന്നെ നീ പെണ്ണ് കെട്ടണം? മാഷാ അല്ലാഹ്, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഇല്യാസുട്ടി സാർ അവർകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതൊന്നും തീർക്കാൻ പറ്റില്ല, എന്നാലും ഞാനൊന്ന് ചുരുക്കിയൊന്ന് പറയാം. അപ്പൊ ചുരുക്കത്തിൽ
അംഗീകരിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല. ചുരുക്കി പറയാം, അൽഹംദുലില്ലാ പ്രഭാഷണങ്ങൾ നിരവധി ഇരിപ്പുണ്ട്. അലവി സഖാഫി ഇപ്പോൾ എത്തും. ഞാൻ പറഞ്ഞത്, അപ്പോൾ രോഗം പ്രസവിക്കാൻ ഡോക്ടറെ കാണാൻ പോവണ്ട, അല്ലാഹു മതി അലൈസല്ലാഹു ബികാഫിൻ അബ്ദു, അല്ലാഹു മതി എന്ന ഈ ചങ്ങായിക്ക് നേരത്തെ അങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നോ? എനിക്കൊരു കുഞ്ഞിനെ വേണം, അത് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹ് തരും. അള്ളാഹ് മറിയം ബീവിക്ക് കുഞ്ഞിനെ കൊടുത്തില്ലേ? പെണ്ണ് കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. നീ അള്ളാഹിനോട് ചോദിക്കുക, അല്ലാഹു അലൈസല്ലാഹു ബികാഫിൻ, അള്ളാഹ് മതിയായവനാണ്, നിനക്ക് കുഞ്ഞിനെ തരും. മെഹ്റാബിൽ ഇരുന്ന് നീ സുന്നത്തുമ്പ് പിടിച്ചിട്ട് നല്ലോണം ദ്വാരക്ക്. പെണ്ണ് കിട്ടാൻ നടക്കണ്ട. പെണ്ണ് കിട്ടാന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയ്ക്ക് തരാൻ പറ്റുന്നൊരു കാര്യമല്ലേ അത്? അല്ലാഹു തആലയ്ക്ക് തരാൻ പറ്റുന്നൊരു കാര്യത്തിന് നീ മറ്റൊരാളെ വസീലയാക്കാൻ പാടില്ലല്ലോ. അപ്പൊ പെണ്ണ് കിട്ടും ചെയ്യണ്ട, പിന്നത്തെ ഇടപെടലുകൾ ഒന്നും വേണ്ട, അതൊക്കെ ശിർക്കാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിക്കാം. അതുകൊണ്ട് അത്തരക്കാര ആളുകൾ അവിടെ അതിന് ചേകനൂര് മിടുക്കനാ. ചേകനൂര് പറഞ്ഞു, അള്ളാഹ് അല്ലാത്ത ആരെയും വിളിക്കരുതെന്നാ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബിയും വിളിക്കരുത്. ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അശ്ഹദു അന്ന റസൂലുള്ളാഹി പറയരുതെന്നാ. അല്ലാ തഅബുദു, നിങ്ങൾ വലാ തദഉ മഅല്ലാഹി അഹദ. ഞാനൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി, ഇപ്പൊ അടുത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ, ആ പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ ഒരു ബോർഡ് ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ബോർഡ് നോക്കിയപ്പോൾ അല്ലാ തഅബുദു ലാ തദഉ മഅല്ലാഹി അഹദ. അതിന്റെ അർത്ഥം എഴുതി വെച്ചേക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ഒരു അർത്ഥം ആരും എഴുതിയിട്ടില്ല. വിളിച്ചു പ്രാർത്ഥിക്കുക എന്നൊരു അർത്ഥം ഇബാദത്തിന് ആരും എഴുതിയിട്ടില്ല. അപ്പൊ ഈ എഴുത്തിൽ നിന്ന് എന്തോ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു അല്ലാത്ത ആരെയും വിളിക്കരുത്. ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിനെ തെറ്റല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചിട്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിളിച്ചാൽ തന്നെ അവരുദ്ദേശിച്ച ആശയപ്രകാരം ഈ ഇതിന് എതിരല്ലേ അത്? അപ്പൊ ലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞാൽ ഇലാഹൻ ആഖർ എന്നാണല്ലോ എന്റെ മാന. അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവിനെ, അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെ വിളിക്കരുത് എന്നാണ്. അള്ളാഹു അല്ലാത്ത ആരെയും വിളിക്കരുത് പറഞ്ഞാൽ ഉമ്മായും വിളിക്കാൻ പാടില്ല, വാപ്പാനെയും വിളിക്കാൻ പാടില്ല എന്ന് വരില്ലേ? അങ്ങനെയൊക്കെ അല്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനൊക്കെ അവര് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുഴുവൻ മുടക്കിയും മരവിപ്പിച്ചിട്ടേക്കല്ലേ? ഒരു സുന്നത്തായ സിയാറത്തിന് സമ്മതിക്കുന്നില്ല, ഒരു സുന്നത്തായ മൗലിദ് ഓതാൻ സമ്മതിക്കുന്നില്ല, ഒരു സുന്നത്തായ മദ്ഹ് പറയാൻ സമ്മതിക്കുന്നില്ല, ഒരു സുന്നത്തായ ഉറൂസ് ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു സുന്നത്തായ ദിക്റിയെല്ലാം സമ്മതിക്കുന്നില്ല. മനുഷ്യനെ മരവിപ്പിച്ചു കളഞ്ഞു. അപ്പോഴാണ് സമസ്ത ഈ ആദർശ ഗോതയിലേക്ക് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദർശ സമ്മേളനം പ്രഖ്യാപിച്ച് പ്രവർത്തന ഗോതയിൽ ഇറക്കി തിരിച്ചത്. ആയതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പൂർത്തിയായി എന്ന് എനിക്ക് അഭിപ്രായമില്ല, എങ്കിലും ഞാൻ നിർത്തി ഇനി കാര്യമായ പ്രഭാഷണം ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ പഠിക്കണം. അൽ അവ്വലുൽ വാജിബാത്തി അൽ മഅരിഫത്ത്, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം, അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് പഠിക്കണം. ഇവര് പറയുന്ന മാതിരി അല്ലാഹുവിനെ ജീവിച്ചിരിക്കുന്നവർക്കേ കഴിവ് കൊടുക്കാൻ പറ്റുള്ളൂ, മരിച്ചുപോയവർക്കൊന്നും അല്ലാഹുവിന് കഴിവ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നത്? നീട്ടി ഇങ്ങനെ പിന്നെ മരിച്ചുപോയാൽ പിന്നെ കഴിവില്ല, അവർ വിളിച്ചാൽ കേൾക്കൂല, അവർ സഹായിക്കൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിപാടി മൂപ്പിക്കുന്നു. അതിലൊന്നും പെട്ടുപോകരുതേ എന്ന് സുന്നത്തി ജമാഅത്തിന്റെ നിങ്ങളാരും പെടൂല എന്നറിയാം. പക്ഷേ ഈ പെട്ടുപോകരുതെന്ന് പറയുന്നത് ഏതെങ്കിലും വഹാബി സുഹൃത്തുക്കൾ, ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കൾ, ഏതെങ്കിലും തബ്ലീഗിന്റെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹബുദ്ധിയാ പറയുകയാണ്. നിങ്ങളുടെ പ്രസ്ഥാന നേതാക്കൾ പറയുന്ന ആശയം, അത് ആശയം പൊളിയാണ്. അത് ഖുർആന് നിരക്കുന്നതല്ല, ഹദീസിന് നിരക്കുന്നതല്ല, യുക്തിക്കും ബുദ്ധിക്കും സാമാന്യ ബുദ്ധിക്കും നിരക്കുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മരിക്കണം, ഈമാൻ കിട്ടണം, സ്വർഗത്തിലെത്തണം. അതിന് സുന്നത്ത് ജമാഅത്തിനെ കൂടെ പിടിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. യൗമ തബിയല്ലു വുജൂഹു വതസ്വദ്ദു വുജൂഹു ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും ബഅദ ഈമാനിക്കും ഫദൂഖുൽ അദാബ് ബിമാ കുൻതും തക്ഫുറൂൻ ഫഅമ്മല്ലദീന ബിയല്ലത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. മുഖം കരിവാളിക്കുന്നൊരു നാള്, ചിലരുടെ മുഖം കരിവാളിക്കുന്ന നാള്, ചിലരുടെ മുഖം പ്രകാശിക്കുന്ന നാള്. ആ കരിവാളിക്കുന്ന നാളിൽ ആരുടെ മുഖമാണ് കരിവാളിച്ചത്? ബിദ്അത്ത് കൊണ്ട് ഇവിടെ ജീവിച്ചു പോയ ആളുകൾ അവരുടെ മുഖം കരിവാളിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഫഅമ്മല്ലദീന ബിയല്ലത്തു വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ 14 നൂറ്റാണ്ട് പഴക്കമുള്ള ആശയാദർശങ്ങളെ മുറുക്കി പിടിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അന്വർത്ഥമാക്കി ജീവിക്കുന്ന മനുഷ്യന്മാർ, അവർ ഫഫീ റഹ്മത്തില്ലാഹ്, അവർ സ്വർഗ്ഗത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ,
കാലാകാലം അവർ സ്വർഗത്തിലാണ്. സർവാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാൽ രൂപീകൃതമാവുകയും നിരവധി സാദാത്തുക്കൾ നേതൃത്വം നൽകുകയും താജുൽ ഉലമ അടക്കമുള്ള തങ്ങന്മാർ നേതൃത്വം നൽകുകയും സുലൈമാൻ ഉസ്താദ് സുൽത്താൻ ഉലമ അടക്കമുള്ള മഹാരഥന്മാർ ഇ.കെ. ഹസൻ മുസ്ലിയാർ അടക്കമുള്ള ധീര കേസരികൾ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ധീര കേസരികൾ നേതൃത്വം നൽകിയ നമ്മുടെ മഹത്തായ സമസ്തകൾ ജമിയത്തുൽ ഉലമ, ആ സമസ്തയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാൻ സർവാധിപതി റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.